ഹായ്. ഞാനിന്ന് നാളികേരം അരച്ച് ചേർത്ത് തയ്യാറാക്കുന്ന ഞണ്ടുകറിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർത്ത് വഴറ്റുക. പിന്നെ ഒരു വലിയ 3 സവാള നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് വഴറ്റി ചേർക്കാം. കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് ഞാൻ വഴറ്റുന്നുണ്ട്. അതിനുശേഷം അടച്ചു വെച്ചിട്ട് വെന്തതിന് ശേഷം ഒരു വലിയ 2 തക്കാളി കൂടി ഇട്ട് വഴറ്റി ചേർക്കുക. അതിനുശേഷം കുറച്ച് കരിവേപ്പില ഇതിന് മേലെ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും ഇതൊന്ന് വെന്ത് വരുന്നവരെ ഇതാക്കുക. അതിലേക്ക് പിന്നെ ഞാനൊരു അരപ്പ് ചേർക്കുന്നുണ്ട്. അതായത് പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതും പിന്നെ ഇതിലേക്ക് പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനും കൂടി ചേർത്ത് കഷ്ണങ്ങളായിട്ടുള്ള ഞണ്ട് കൂടി ഇട്ടിട്ട് ചേർത്ത് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടച്ചിത് വേവണം. ഒരു 15-20 മിനിറ്റോളം ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സമയം. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്കുള്ള നാളികേരം, അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി കുറച്ചധികം ചേർക്കുന്നുണ്ട്. ഇതും കൂടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് വെന്ത് വന്ന ഞണ്ടിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒക്കെ മതി. പക്ഷെ എനിക്കൊരു 20 മിനിറ്റ് ഞാൻ കുറച്ച് നന്നായിട്ട് വേവാൻ വേണ്ടി എടുത്തു. പിന്നെ ചട്ടിയിലായതുകൊണ്ട് കുറച്ചധികം സമയം വേണ്ടി വരില്ല. പെട്ടെന്ന് ഇതായി കിട്ടും. പിന്നെ നമുക്ക് ആ വെള്ളം അധികം വേണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വറ്റിച്ചെടുത്താൽ മതി. ചട്ടിയിലായതുകൊണ്ട് നമ്മൾ കുറച്ചധികം പെട്ടെന്ന് ഇത് വെള്ളം വറ്റി കിട്ടും. പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് കരിവേപ്പില ഈ സമയത്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.